ഓപ്പറേഷൻ നുംഖോറിൽ ദുൽഖർ സൽമാൻ കസ്റ്റംസിന് അപേക്ഷ നൽകി. പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടാനാണ് അപേക്ഷ. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ദുൽഖറിന്റെ നടപടി. എസ് രാഗൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. രാഗൻ, ദുൽഖർ അപേക്ഷ നൽകിയാൽ എത്രയും പെട്ടെന്ന് നടപടി എടുക്കണം എന്നുള്ളതായിരുന്നു കോടതി കസ്റ്റംസിന് നൽകിയ നിർദ്ദേശം. ഇനി എന്തായിരിക്കും ഉണ്ടാവുക? നേരത്തെ ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായിട്ടാണ് ദുൽഖർ സൽമാന്റെ വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തത്. അതിൽ ഈ ലാൻഡ് റോവർ വാഹനം പിടിച്ചെടുത്ത നടപടിക്കെതിരെയാണ് ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഘട്ടത്തിൽ ഹൈക്കോടതി പറഞ്ഞത് കസ്റ്റംസിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അഡീഷണൽ കമ്മീഷണറെ സമീപിക്കൂ, ഇക്കാര്യത്തിൽ 7 ദിവസത്തിനകം കസ്റ്റംസ് തീരുമാനമെടുക്കണം എന്നതാണ് പറഞ്ഞിരുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് താരം ഇപ്പോൾ കസ്റ്റംസിന് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ അപേക്ഷ പരിഗണിച്ച ശേഷം മറ്റ് രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച് തീരുമാനം അറിയിക്കുമെന്നതാണ് വ്യക്തമാകുന്നത്. ഒരു പ്രൊവിഷണൽ റിലീസാണ്, താൽക്കാലിക റിലീസാണ് താരം ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഹൈക്കോടതിയിൽ കേസ് വന്ന ഘട്ടത്തിൽ ഇതിൽ കോടതിയിൽ അടക്കം ഇതിൻ്റെ വാഹനത്തിൻ്റെ മൂല്യമടക്കം കെട്ടിവെക്കാം, ബാങ്ക് ഗ്യാരണ്ടിയായി കെട്ടിവെക്കാം, വാഹനം വിട്ടുകിട്ടണമെന്നാണ് താരം ആവശ്യപ്പെട്ടിരുന്നത്. എന്തായാലും ഇതിൽ കസ്റ്റംസിന് 2 കാര്യങ്ങൾ: ഒന്ന്, ഈ വാഹനം വിട്ടുകിട്ടില്ല എന്ന നിലപാട്, വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാട് സ്വീകരിക്കാം, അല്ലെങ്കിൽ വാഹനം താൽക്കാലികമായി വിട്ടുകൊടുക്കാം. അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കാര്യകാരണ സഹിതം വ്യക്തമാക്കണമെന്നും കൂടി കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ കസ്റ്റംസിന് ബോധിപ്പിക്കേണ്ടതായിട്ടും വരും. എന്തായാലും കസ്റ്റംസ് എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ഉടൻ തീരുമാനമെടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. അന്ന് ഹൈക്കോടതിയിൽ കസ്റ്റംസ് നൽകിയിട്ടുള്ള കൗണ്ടർ അഫിഡവിറ്റിൽ പറഞ്ഞിരുന്നത് ഇത് കടത്തിക്കൊണ്ട് വന്ന വാഹനമാണെന്ന ബോധ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ അത്തരം ചില ഇന്റലിജൻസ് ഇൻപുട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ വാഹനം പിടിച്ചെടുത്തത് എന്നതാണ്. അതിനുശേഷം ആ സംഭവത്തിന് ശേഷം പിന്നീടും 2 വാഹനം കൂടി ദുൽഖറിനെ പിടിച്ചെടുത്തിരുന്നു. എന്തായാലും ഈ അപേക്ഷയിൽ കസ്റ്റംസ് എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എന്തായാലും ഉടൻ തീരുമാനമെടുക്കണം, 7 ദിവസം തീരുമാനമെടുക്കണം എന്നതാണ് കോടതി നേരത്തെ നിർദ്ദേശിച്ചിരിക്കുന്നത്.